ഏറാമല സർവീസ് സഹകരണ ബാങ്ക് കുടുംബ സംഗമവും യാത്രയയപ്പ് സമ്മേളനവും ഉന്നത വിജയികൾക്കുള്ള ആദരവും സംഘടിപ്പിച്ചു. വടകര സർക്കാലയത്തിൽ നടന്ന പരിപാടി ബാങ്ക് ചെയർമാൻ മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് വൈസ് ചെയർമാൻ പി.കെ. കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജീവനക്കാരുടെ മക്കളിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണവും, നിക്ഷേപ സമാഹരണം, കുടിശ്ശിക നിവാരണം, മികച്ച പെർഫോമൻസ് എന്നീ വിഭാഗങ്ങളിലായി മികച്ച ബ്രാഞ്ചുകൾക്കുള്ള സമ്മാന വിതരണം, മികച്ച കളക്ഷൻ ഏജന്റുമാർക്കുള്ള സമ്മാന വിതരണം എന്നിവ ബാങ്ക് ചെയർമാൻ നിർവഹിച്ചു. മുതൽ 40% വരെ വിലക്കുറവിൽ മരുന്നുകൾ വിൽക്കാൻ സാധിക്കും എന്ന സത്യാവസ്ഥ കണ്ടെത്തുകയും കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ മെഡിക്കൽ സ്റ്റോർ ഗാന്ധി പ്രതിമക്കടുത്ത് നമ്മൾ തുടങ്ങുകയും ചെയ്തു. പിന്നീട് അതിൻ്റെ ആവശ്യങ്ങൾ കൂടുതൽ വന്നപ്പോൾ ഓർക്കാട്ടി ടൗണിൽ നമ്മൾ രണ്ടാമത്തെ നിധി മെഡിക്കൽ സ്റ്റോർ തുടങ്ങി. വളരെ ചെറിയൊരു പ്രദേശത്ത് ബ്രാഞ്ചുകൾ കൊണ്ടുവരിക എന്ന അസാധാരണമായ പ്രതിസന്ധി നമ്മൾ അഭിമുഖീകരിക്കുകയുണ്ടായി. തുടങ്ങിയ ബ്രാഞ്ചുകളെല്ലാം വിജയപ്രദമായിരുന്നു. സർക്കാരിന് അനുകൂലമായും പ്രതികൂലമായും ചില പ്രതിസന്ധികൾ വന്നു. അങ്ങനെ നമുക്ക് റീവിനിയം ബ്രാഞ്ച് തുടങ്ങണമെന്ന് വന്നപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ സായാഹ്ന ശാഖ തുടങ്ങിയതും ഏറാമല സർവീസ് സഹകരണ ബാങ്കാണ്. വ്യത്യസ്തമായ ഒരു സ്ഥാപനം എന്ന നിലയിൽ ഒരു ബ്രാഞ്ച് തുടങ്ങുമ്പോൾ മെയിൻ ബ്രാഞ്ചിൽ നിന്നും ഹെഡ് ഓഫീസിൽ നിന്നും 3 കിലോമീറ്റർ ദൂരം മാത്രമേ പാടുള്ളൂ. നമ്മൾ സായാഹ്ന ശാഖ തുടങ്ങി. അതൊരു വ്യത്യസ്തമായ ആയതുകൊണ്ട് ബാങ്കിന്റെ താഴെ കെട്ടിടത്തിൽ തന്നെ. പിന്നീട് നമ്മൾ വീണ്ടും ആലോചിച്ചു. അങ്ങനെയാണ് ഒരു വനിതാ ബാങ്കിന്റെ ബ്രാഞ്ച് വരണം. കേരളത്തിൽ എൻ്റെ അന്വേഷണത്തിൽ ഇതേവരെ ഒരു പ്രാഥമിക സഹകരണ സ്ഥാപനത്തിന് ഒരു വനിതാ ബ്രാഞ്ച് ഇല്ല. പക്ഷേ നമ്മൾ വനിതാ ബ്രാഞ്ച് തുടങ്ങി, അതും ഓർക്കാട്ടേരിയിൽ. നമ്മുടെ ബ്രാഞ്ചിന് തൊട്ടടുത്ത് കനറ ബാങ്ക് പോയപ്പോൾ ആ സ്ഥലത്ത് മറ്റൊരു ബാങ്ക് വന്നാൽ അത് നമ്മുടെ ബാങ്കിന് ഭീഷണിയാവുമോ എന്ന ആശങ്ക വന്നപ്പോൾ അവിടെ ഒരു ബ്രാഞ്ച് തുടങ്ങണം. അങ്ങനെയാണ് നമ്മൾ സർവീസ് ബ്രാഞ്ച് എന്നൊരു ബ്രാഞ്ച് തുടങ്ങിയത്. ഒരുപക്ഷെ കേരളത്തിലെ ഒരു സ്ഥാപനത്തിനും അത്തരമൊരു ബ്രാഞ്ച് ഉണ്ടാവില്ല, സർവീസ് ബ്രാഞ്ച്. ഇതെല്ലാം ലാഭകരമായി പ്രവർത്തിക്കുന്നു. വിമാന ടിക്കറ്റ് അടക്കം എടുക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് അക്ഷയ കേന്ദ്രത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് നമ്മുടെ ബാങ്കിന് സേവനം ചെയ്യാൻ സർവീസ് ബ്രാഞ്ചിലൂടെ കഴിയുന്നു. അങ്ങനെ 12 ബ്രാഞ്ചുകൾ ഒരു ചുരുങ്ങിയ പ്രദേശത്ത് എല്ലാ ബ്രാഞ്ചുകളും വിജയപ്രദമായി നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചു. ഏറ്റവും അവസാനം ആദ്യൂരിൽ ബ്രാഞ്ച് വന്നു. വളർച്ചയിൽ നമുക്ക് മുന്നോട്ട് പോകണം. സഹകരണ മേഖല വലിയ ഭീഷണികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ ഭീഷണി എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടുള്ളതല്ല. ഇതിന്റെ ഉള്ളടക്കത്തിൽ തന്നെ പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. വിരമിച്ച ജീവനക്കാരായ M.K. വിജയൻ, V.K. സുരേഷ് ബാബു, P.K. ചന്ദ്രിക എന്നിവർക്ക് സ്നേഹാദരം നൽകി. ജനറൽ മാനേജർ T.K. വിനോദൻ ആമുഖ ഭാഷണം നടത്തി. K.K. ദിവാകരൻ മാസ്റ്റർ, നാണു M, K.K. നാണു, P.K. നാണു, ബാബു K.K, സുമിത T.S, സുമിത സേതുമാധവൻ, ചള്ളയിൽ രവീന്ദ്രൻ, T.P. വിജയൻ, നിജേഷ് D, K.T. രാജീവൻ, C.K. ബിജു, M.K. ബാബുരാജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. O. മഹേഷ് കുമാർ സ്വാഗതവും K.K. മനോജ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി. ജീവനക്കാരുടെയും മറ്റും വിവിധ കലാപരിപാടി നടന്നു. ഒരു കുടുംബ സംഗമം നടത്തുക എന്നത് കാലാകാലമായി നമ്മുടെ ചെയർമാൻ്റെ ഒരു ആശയമാണ്. അത് ഈ വർഷം നമ്മൾ കുറച്ചുകൂടെ ഭംഗിയായി നടത്തണം എന്ന ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കുടുംബ സംഗമം ഈ സർഗാലയത്തിൽ വെച്ച് നടത്തുന്നത്. കാരണം നമ്മൾ ഈ ബാങ്ക് വളർന്ന് അതിൻ്റെ ഒരു അത്യുന്നതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 307 കോടി രൂപ നിക്ഷേപവും 240 കൂടുതൽ വായ്പയും അതേപോലെ 100 കോടിക്ക് മേലെ ഇൻവെസ്റ്റ്മെൻറ്റും അതേപോലെ 10-40 കോടി രൂപ റിസർവും ഉണ്ടാക്കാൻ നമ്മളെ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട്.